ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രഭാതം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന സുഖത്തോട് ക്ഷേമത്തോട് സന്തോഷത്തോടായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും എന്തെങ്കിലും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41 അധ്യായം 9, 10 വാക്യം. ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ഇരിക്കുന്നവനായുള്ളവേ, നീ ഭയപ്പെടേണ്ട. ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്നത്തെ വിഷയം നിരസിച്ച് കളയാത്തവൻ, നമ്മെ നിരസിച്ച് കളയാത്തവൻ. ഹല്ലേലൂയ, നമ്മെ നിരസിച്ച് കളയാത്ത ഒരു കർത്താവ് ഇവിടെ പറയുകയാണ്. ഹല്ലേലൂയ, ഇവിടെയും യാക്കോബിനെ കുറിച്ചാണ് പറയുന്നത്, ഇസ്രായേലിനെ കുറിച്ച് പറയുക. ദൈവത്തിന് സ്തോത്രം. നീ എൻ്റെ ദാസൻ. അതിൻ്റെ മേളിത്തോട്ട് പോയി, നീയോ എൻ്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ. ദൈവത്തിന് നമ്മളെ ഹല്ലേലൂയ ഓമന പേരിയൊള്ളി നമ്മളെ വിളിച്ചിട്ട് നമ്മളോട് പറയുക, ഹല്ലേലൂയ നീ എൻ്റെ ദാസൻ. ഹല്ലേലൂയ, ഞാൻ നിന്നെ ഹല്ലേലൂയ നിരസിച്ച് കളയാത്ത ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മെ നിരസിച്ച് കളയാത്ത ഒരു നല്ല കർത്താവിനെ നമ്മൾ ആരാധിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞു, മറന്ന് കളയാത്തവൻ. ഇവിടെ പറയുകയാണ് നിരസിച്ച് കളയാത്തവൻ. ഹല്ലേലൂയ, എന്തൊക്കെ തെറ്റുറ്റങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നാലും, തെറ്റുറ്റങ്ങൾ ചെയ്താലും, ദൈവസന്നിധിയിൽ കടന്നു വന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, ഒന്ന് ഏറ്റുപറയുവാൻ തയ്യാറായാൽ, നമ്മളെ നിരസിച്ച് കളയാതെ നമ്മെ ചേർത്ത് പിടിച്ച് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ആ കർത്താവിനെ നമ്മൾ ആരാധിക്കുന്നത്. എന്നിട്ട് പറയാം, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് എടുക്കുകയും അതിൻ്റെ മൂലകളിൽ നിന്ന് വിളിച്ചു ചേർക്കുകയും ചെയ്തിരിക്കുന്നതിനുള്ളവേ, നീ ഭയപ്പെടേണ്ട. എന്നിട്ട് പറയുക, നീ ഭയപ്പെടേണ്ട. ഒരിക്കലും ഞാൻ നിന്നെ നിരസിച്ച് കളയത്തില്ല. അതിലെ വാറ്റത്തെ വചനമാണ് പ്രിയമുള്ളവരെ. ഞാൻ നിന്നെ നിരസിച്ച് കളയത്തില്ല, നീ ഭയപ്പെടേണ്ട. ദൈവത്തിന് എന്നിട്ട് പറയുന്നു, എന്നിട്ട് എന്ത് പറഞ്ഞിട്ടാണ് പറയുന്നതെന്നറിയാമോ? നീ നിരസിച്ച് കളയാതെ നീ എൻ്റെ ദാസൻ, നീ എൻ്റെ ദാസനാ. ഹല്ലേലൂയ, പ്രിയമുള്ളവരെ, ദൈവത്തിന് ഓമന പേർ ചൊല്ലി നമ്മളെ വിളിച്ച് നമ്മളോട് പറയുക, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ച് കളയത്തില്ല. എന്നിട്ട് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമ്മോട് കൂടെയുള്ളവൻ ആരാ പ്രിയമുള്ളവരെ? നമ്മൾ സേവിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന, നമുക്ക് വേണ്ടി ഹല്ലേലൂയ കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിയവൻ പറയുക, ദൈവം നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നീ ഭ്രമിച്ച് നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന്. താങ്ങുന്ന ഒരു കരമുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ കടന്നു പോകുന്ന സ്ഥാനങ്ങളിലായിരിക്കുന്ന മണ്ഡലങ്ങളിൽ, സാഹചര്യങ്ങളിൽ നമ്മെ താങ്ങുന്ന ഒരു കരമുണ്ടെന്ന് ഇന്ന് രാവിലെ സമയം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ, ഇവിടെ പറയുക, ഞാൻ എൻ്റെ നീതിയുള്ള വലം കൈ, നീതിയുള്ള വലം കൈ. ഹല്ലേലൂയ, നീതിയുള്ള വലം കൈ കൊണ്ട് നമ്മളെ താങ്ങുന്ന ഒരു കരം. ദൈവത്തിന് സ്തോത്രം. ആ കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഏത് പ്രതിസന്ധികളുടെ, പ്രശ്നത്തിൻ്റെ, ഭാരത്തിൻ്റെ നടുവിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും നമ്മെ താങ്ങുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ, ആ കർത്താവ് പറയുന്നത്, ഹല്ലേലൂയ ഞാൻ നിന്നെ നിരസിച്ച് കളയത്തില്ലെന്ന്. ഞാൻ നിന്നെ താങ്ങും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എത്ര വാറ്റത്തെ വചനം, എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് പ്രിയമുള്ളവരെ. ഇതിനോടനുബന്ധിച്ചിട്ട് 1-2 വാക്യം കൂടെ വായിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, യോബിൻ്റെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്. ഹല്ലേലൂയ, അതിൻ്റെ 8-ാം അധ്യായം. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 8-ാം അധ്യായത്തിലൊരു വാക്യം ഇങ്ങനെ കിടപ്പുണ്ട്. 8-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവം നിഷ്കളങ്കനെ നിരസിക്കുകയില്ല, ദുഷ്പ്രവർത്തിക്കാരെ താങ്ങുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിഷ്കളങ്കതയോട് ജീവിച്ചു കഴിഞ്ഞാൽ നമ്മെ നിരസിക്കത്തില്ല. യോബിൻ്റെ ചരിത്രം നമുക്കറിയാം, അതിലേക്ക് ഞാൻ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പറയുകയാണ്, ദൈവം നിഷ്കളങ്കനെ നിരസിക്കത്തില്ലെന്ന്, നിരസിക്കത്തില്ലെന്ന്.
ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്നേഹിതനായ ഹല്ലേലൂയ ബെൽദാദ് ദൈവത്തിന് സ്തോത്രം യോവനോട് പറഞ്ഞ കാര്യമാണ്, നിഷ്കളങ്കനെ നിരസിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. ദുഷ്പ്രവൃത്തിക്കാരെ താങ്ങത്തില്ല, ദുഷ്പ്രവൃത്തി ചെയ്യുന്നവനെ താങ്ങത്തില്ല, നിഷ്കളങ്കന്മാരെ നിരസിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. നിഷ്കളങ്കനായി ജീവിച്ചാൽ നമ്മെ നിരസിക്കാത്ത ഒരു നല്ല കർത്താവുണ്ടെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. നമ്മളെ നിരസിക്കാതെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന് സ്തോത്രം. നിഷ്കളങ്ക മാർഗത്തോടാണോ നമ്മൾ ജീവിക്കുന്നത്, നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം കൂടെ ഇതിനോടനുബന്ധിച്ച് വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ലേവ്യ പുസ്തകം 26-ാം അധ്യായം അതിന് 44-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അവർ ശത്രുക്കളുടെ ദേശത്തിരിക്കുമ്പോൾ അവരെ നിർമൂലമാക്കുവാനും അവരോടുള്ള എൻ്റെ നിയമം ലംഘിപ്പാനും തക്കവണ്ണം ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ലെന്ന്, ഞാൻ അവരെ വെറുക്കുകയില്ല. ഞാൻ ദൈവത്തിന് അവരുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ അവരുടെ ആയിരിക്കേണ്ടതിന് ജാതികൾക്കാകെ മിസ്രയീം ദേശത്ത് ഞാൻ കൊണ്ടുവന്ന അവരുടെ പൂർവന്മാരോട് ചെയ്ത നിയമം ഞാൻ അവർക്ക് വേണ്ടി ഓർക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. ഒരുപാട് നമുക്കറിയാം, പിറുപിറുപ്പുകാരായി തീർന്നു. ഒത്തിരി തെറ്റുകളിൽ കൂടി ഇസ്രായേൽ ജനം മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ കടന്നുപോയി. എന്നിട്ടും അവരുടെ പിതാക്കന്മാരോടുള്ള നിയമം ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവരുടെ പൂർവന്മാരോട് ചെയ്ത നിയമം ഞാൻ അവർക്ക് വേണ്ടി ഓർക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ അവരെ ഉപേക്ഷിക്കത്തില്ല, അവരെ നിരസിക്കത്തില്ലെന്ന്, അവരെ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം അവരെ വെറുക്കത്തുമില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. അവരോടുള്ള നിയമം, അവരുടെ പിതാക്കന്മാരോടുള്ള നിയമം, അബ്രഹാമിനോട് യാക്കോബിനോടും യാക്കോബിനോടും ചെയ്ത നിയമം, ഹല്ലേലൂയ അവരോട് ചെയ്ത വാറ്റത്വം ഒരിക്കലും ഞാൻ നിരസിക്കത്തില്ലെന്ന്, ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല, ഒരിക്കലും അവരെ വെറുക്കത്തില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, അതിൻ്റെ മേളിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു, ജാതികളുടെ ഇടയിൽ അവരെ നിന്ദാപാത്രമാക്കി തീർക്കത്തില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ജാതികളുടെ ഇടയിൽ നമ്മെ ഒരിക്കലും നിന്ദാപാത്രമാക്കി തീർക്കാതെ, നമ്മെ നിരസിക്കാതെ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് ഇന്ന് രാവിലെ സമയം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മെ ഇത്രത്തോളം നമ്മളെ കരുതുന്ന, നടത്തുന്ന, പരിപാലിക്കുന്ന ഒരു നല്ല കർത്താവ്. ആ കർത്താവിനെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയുമോ? അവനെ ആരാധിപ്പാൻ നമുക്ക് കഴിയുമോ? ആരെങ്കിലും രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാവിലെ എനിക്ക് പറയുവാനുള്ളത്, ഇന്ന് വരെ ഹല്ലേലൂയ ഈ രക്ഷയുടെ മാർഗം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ആ കർത്താവിനെ വേണ്ട വിധത്തിൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ദൈവത്തിന് നമ്മളെ നിരസിച്ച് കളയാതെ, നമ്മളെ വെറുത്ത് കളയാതെ, നമ്മളെ സ്നേഹിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. പ്രിയമുള്ളവരെ, ആരാധിക്കുവാൻ, അവനെ സ്നേഹിക്കുവാൻ നമുക്കൊന്ന് കഴിയട്ടെ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഇങ്ങനെ, ശത്രുക്കളുടെ ദേശത്തിരിക്കുമ്പോൾ അവരെ നിർമൂലമാക്കുവാനും അവരോടുള്ള എൻ്റെ നിയമം ലംഘിക്കുവാനും തക്കവണ്ണം ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ല, അവരെ വെറുക്കത്തില്ലെന്ന്. എന്താ പൂർവന്മാരോട് ചെയ്ത നിയമമാണ്. ഹല്ലേലൂയ. ദൈവം അവരെ കനാൻ ദേശത്തിൽ അവരെ കൊണ്ടുപോകുമെന്നുള്ളത്. അതൊരിക്കലും ദൈവത്തിന് സ്തോത്രം, അവരെ കനാൻ ദേശത്തിൽ എത്ര അവർ ഇത് ചെയ്ത് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം പിറുപിറുപ്പുകാരായി തീർന്നാലും, എത്ര ദൈവസന്നിധി അനിഷ്ടമുള്ളത് ചെയ്താലും, അവരോടുള്ള ഒരു നിയമമുണ്ട്. കനാൻ ദേശം അവർക്ക് ദൈവത്തിന് അവകാശമായി കൊടുക്കുമെന്ന്. അത് കൊടുക്കുവാൻ ഞാൻ ശക്തനെന്ന ഇവിടെ ലേവ്യ പുസ്തകത്തിൽ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മെ നിരസിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, പ്രേമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുടെ വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. നല്ല വചനത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നമ്മെ തന്നെ ദൈവത്തിനെ സമർപ്പിക്കാം, താഴ്ത്താം. പരിശുദ്ധ കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് നൽകി, ഞങ്ങളെ നിരസിക്കാത്ത ഒരു നല്ല കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ തന്നെ ദൈവത്തിനെ സമർപ്പിക്കുക. എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. താഴ്ത്തുന്നു, പ്രാർത്ഥന കേൾക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.